യേശുവിൻ്റെ മഹനീയമായ നാമത്തിൽ വീണ്ടും നിങ്ങളെ ഈ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ വിഷയം 8ാമത്തെ കൽപ്പനയാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ യേശുവേ, ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവിടുന്ന് നൽകിയതായ വചനത്തെ ധ്യാനിപ്പാൻ, അവിടുന്ന് നൽകിയതായ കൽപ്പനകളെ മാനിപ്പാൻ ഒരവസരം കൂടി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്നടികളുടെ ദൂത് അത് കേൾവിക്കാരായ എല്ലാവരും കേട്ട് അത് 30, 60, 100 മേനിയായ ഫലം കായ്പാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമായി ദൈവകൽപ്പന യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മടിമനയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. മോശ സീനായി മലയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ 10 കൽപ്പന അതേ സമാഗമന കൂടാരത്തിലെ പെട്ടകത്തിൽ നിക്ഷേപിച്ചു. അത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ആധാരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൽപ്പന അത് എന്നേക്കുമായി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് അവരുടെ ജീവിതത്തിൻ്റെ സമൂഹ വ്യവസ്ഥയുടെ ഒരു ആണിക്കല്ലായി അല്ല തറക്കല്ലായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് 7 കൽപ്പനകളെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 8ാമത്തെ കൽപ്പനയാണ്. അതേ പുറപ്പാട് പുസ്തകം 20ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. മോഷ്ടിക്കരുത് എന്നുള്ളതായ കൽപ്പന. അത് ഈ 8ാമത്തെ കൽപ്പന ഏത് തരത്തിലുള്ളതായ മോഷണവും, അത് മനുഷ്യനെ ആയാലും കൊള്ളാം, പണമായാലും കൊള്ളാം, ദ്രവ്യമായാലും കൊള്ളാം, എന്തായിരുന്നാലും അത് മോഷ്ടിക്കുന്നത് തെറ്റാണ്. സാധാരണ നാം പറയാറുണ്ട്, ഒരു മുട്ടുസൂചി മോഷ്ടിച്ചാലും 10,000 കണക്കിന് രൂപ മോഷ്ടിച്ചാലും ആ വ്യക്തിയെ വിളിക്കുന്ന വിളി ഒന്നേ ഉള്ളൂ, മോഷ്ടാവ് എന്നുള്ളത്. ആയതുകൊണ്ട് നമ്മുടെ എല്ലാ ഇടപാടുകളിലും, പണപരമായാലും വ്യക്തിപരമായാലും എന്തു തന്നെ ആയിരുന്നാലും അതിലൊക്കെയും വിശ്വസ്തത പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ ഈ പറയുന്ന വിപരീതമായുള്ളതായ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. കാരണം പിശാചായവൻ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയും കടത്തി വിട്ടു. അത് ആദ്യം ഏദൻ തോട്ടത്തിൽ മുതൽ ആരംഭിക്കുകയാണ്. അത് തുടർന്ന് പിന്നീടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെയും കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതിന് വരാതിരിപ്പാൻ തക്കവണ്ണമാണല്ലോ ദൈവം ഈ 10 കൽപ്പനകൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല എഴുതി കൊടുക്കുകയും ചെയ്തത്. ആയതുകൊണ്ട് അത് ലംഘിക്കുന്ന വ്യക്തികൾക്കുള്ളതായ ശിക്ഷ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 22ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഒരുത്തിനൊരു കാളയെയോ ഒരു ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ആ കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണം എന്ന് മോശയിലൂടെ ദൈവം നിയമമായി കൊടുക്കുകയുണ്ടായി. വീണ്ടും ആവർത്തന പുസ്തകം 24ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ആരെങ്കിലും തൻ്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുത്തനെ മോഷ്ടിച്ചു അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കിക്കളയണം. നമുക്കറിയാം, ഒരു വ്യക്തി അവൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എന്തുണ്ട്, അവന് വസ്തുവകകൾ അവനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഓഹരിയായിട്ട് ഉണ്ട്. അത് സൂക്ഷിക്കുക, അതിൻ്റെ കരുതലിന് വേണ്ടിയാണ് ദൈവം ഈ കൽപ്പന കൊടുത്തത്. എന്നാൽ ഒരു വ്യക്തി മോഷണത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സദൃശ്യവാക്യങ്ങളിൽ 29, 24 കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു, അവൻ സത്യവാചകം കേൾക്കുന്നു, ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും. അപ്പോൾ ഈ മോഷണമെന്ന് പറയുന്നത് കാര്യത്തിൽ സ്വയമായിട്ട് മോഷ്ടിക്കുക മാത്രമല്ല, മോഷ്ടാവിൻ്റെ കൂടെ പങ്കുകൂടുകയാണെങ്കിൽ അതും മോഷണത്തിന് ഇടയായിത്തീരുന്നു. മോഷണത്തെക്കുറിച്ച് അറിവുള്ളതായ വ്യവസ്ഥയെക്കുറിച്ച് യാക്കോബിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ അമ്മായിയപ്പനായ ലാബാൻ അവരുടെ വ്യവസ്ഥിതിയിൽ ഇങ്ങനെ പറയുന്നതായ ഒരു കാര്യമുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. യാക്കോബ് തൻ്റെ ഭവനം വിട്ട് ലാബാൻ്റെ ഭവനത്തിൽ വന്നു. അവിടെ വെച്ച് തൻ്റെ ലാബാൻ്റെ മകളായ റേച്ചലിനെ സ്നേഹിച്ചു. എന്നാൽ റേച്ചലിനെയും ലേയായെയും തനിക്ക് ഭാര്യമാരായിട്ട് ലാബാൻ കൊടുത്തു. എന്നിരുന്നാൽ തന്നെയും
അവൻ ചെയ്ത വേലയെ, അവൻ്റെ സമ്പാദ്യത്തെ മുഴുവൻ മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ അപഹരിക്കുന്നതായ രീതിയിലുള്ള വ്യവസ്ഥാവിധി കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ തക്കവണ്ണം യാക്കോബ് തീരുമാനിച്ചു. അങ്ങനെ തന്നെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും എല്ലാവരോടുമായിട്ട് പറഞ്ഞ് അതേ ലാബാനില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അവർ ഓടിപ്പോവുകയായിരുന്നു. അത് അറിഞ്ഞതായ ലാബാൻ അവരെ പിന്തുടർന്നു, അവർക്ക് മുൻപായി വന്നു. എന്നിട്ട് അവരെ പിടിച്ചു നിർത്തി അവൻ പറയുന്നൊരു വാക്കാണിത്. ഉൽപ്പത്തി പുസ്തകം 31-32 വാക്യമാണ്. ആകട്ടെ, നിൻ്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോകുന്നു, എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? അപ്പോൾ ആ സംഭവത്തിൽ നമുക്കറിയാം, വായിക്കുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, അതായത് റേച്ചൽ അപ്പൻ്റെ ചില വിഗ്രഹങ്ങളുണ്ടായിരുന്നു, അതെടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂടുതൽ കൊണ്ടുപോയി. അത് കണ്ടുപിടിപ്പാൻ വേണ്ടിയുള്ളതായ ഒരു പ്രയത്നമായിരുന്നു അവിടെ നടന്നെന്നാൽ ലാബാനോട് നേരത്തെ തന്നെ ദൈവം മുന്നറിയിപ്പ് നൽകി, നീ ഒരു വാക്കിനാൽ പോലും യാക്കോബിനോട് മറുത്ത് നിൽക്കരുത് എന്ന്. അതുകൊണ്ട് അവൻ കണ്ടുപിടിച്ച ഒരു കുഴപ്പം ഇതാണ്, അതായത് അവൻ്റെ വിഗ്രഹങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ വിഷയം. എന്നാൽ തന്നെ മോഷ്ടിച്ചത് എന്ത്, അല്ലെങ്കിൽ മോഷണത്തെക്കുറിച്ച് അവിടെ പറയുന്നതായ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ ഈ മോഷണം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മനസ്സിലാകുന്നത്? അതായത് മോഷണം എന്ന് പറയുന്നതായ കൽപ്പന ആദ്യം മുതലേ, ഏദൻ തോട്ടം മുതലേ ദൈവം തൻ്റെ വ്യവസ്ഥാവിധി മനുഷ്യർക്ക് കൊടുത്തതാണ്. അത് തൻ്റെ പിതാക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്നും അവരുടെ മക്കളിലേക്ക് അതിങ്ങനെ തുടർന്ന് പോകുന്ന കാര്യമാണ്. എന്നാൽ ഈ ന്യായപ്രമാണ വ്യവസ്ഥാവിധിയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ സീനായി മലയിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന കൊടുക്കുന്നതിന് മുൻപായിട്ട് അത് ഈ വ്യവസ്ഥിതിയെക്കുറിച്ച് മനുഷ്യർക്കറിയാമെന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം, അതായത് ഈ ലാബാൻ്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇനിയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ, അതായത് ശാപതാർപ്പിത വസ്തുതയെക്കുറിച്ചുള്ളൊരു പ്രത്യേക നിയമം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായ പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ളതായ, അല്ലെങ്കിൽ താൻ മോഹിച്ച ചില സാധനങ്ങൾ മോഷ്ടിച്ചതായ വസ്തുതയെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജെറിക്കോ പട്ടണം അവർ കീഴടക്കി, ആ ദൈവമാണത് കീഴടക്കിയത്. എങ്കിലും അവർ ചെയ്തതായ ഇടപാടിൽ അവർ കിട്ടുന്നതായ വസ്തുതയിൽ ശാപതാർപ്പിത വസ്തുക്കളൊന്നും എടുക്കരുത്, അത് ദൈവത്തിന് ഉള്ളതാണ് എന്നുള്ള നിയമം ജോഷുവ അവരോട് പറഞ്ഞു. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ആഖാൻ എന്ന് പറയുന്ന ആ വ്യക്തി പ്രവർത്തിച്ചു. അതുകൊണ്ട് അടുത്ത ദേശത്തെ അവർ ആക്രമിക്കുവാനായി പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ പട്ടണത്തിൽ ആക്രമിക്കാൻ പുറപ്പെട്ടതായ നാഴിയിൽ അവരെ തോറ്റു പുന്മാറേണ്ടി വന്നു. അതിനെക്കുറിച്ച് ജോഷുവായ്ക്ക് വളരെ പ്രയാസമായി. താൻ കവണ്ണു വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുക, എന്തിനു വേണ്ടിയാണ്? നിന്നിൽ അകൃത്യമുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തക്കവണ്ണം ജോഷുവ പുറപ്പെട്ടു. അങ്ങനെ അതെ പറയുകയാണ്, എന്നാൽ ഇസ്രായേൽ മക്കൾ ശാപതാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൻ്റെ സോരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശാപതാർപ്പിത വസ്തുതയിൽ ചിലതെടുത്തു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ മക്കളുടെ മേൽ ജ്വലിച്ചു എന്നുള്ളത് കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ആഖാൻ ഇത് കണ്ടിട്ട് മോഹിച്ച് അവനത് എടുത്തു വെക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. എന്നാൽ അത് ശാപതാർപ്പിത വസ്തുവാണ്, അത് എടുക്കാൻ പാടില്ലാത്തതാണെന്ന് എന്നുള്ളത് അറിഞ്ഞിരിക്കെ ഇത് ചെയ്തുകൊണ്ട് യഹോവ അവരോട് കോപിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലാണെങ്കിൽ അതേ സഖായി എന്ന് പറയുന്നതായ ഒരു മനുഷ്യന് താൻ കരം പിരിക്കുന്നവനായിരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നല്ല സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ ദേശത്ത് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കാണുവാനുള്ള വാഞ്ചയോടുകൂടി, അവന് പൊക്കമില്ലാത്തതായ ഒരു മനുഷ്യനായിരുന്നു, കുള്ളനായിരുന്നു. അവന് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി യേശുവിനെ കാണുവാൻ തക്കവണ്ണം വാഞ്ചയോടുകൂടി അവിടെ ഇരുന്നു. ആ അവസരത്തിൽ യേശുക്രിസ്തു ആ വഴികൂടെ പോയപ്പോൾ യേശുക്രിസ്തു അവൻ്റെ സ്ഥാനത്ത് നിന്നു മുകളിലേക്ക് നോക്കി സഖായിയോട് പറഞ്ഞു, സഖായി നിന്നോടുകൂടി വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ സഖായി തൻ്റെ ഭവനത്തിൽ യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് സഖായി പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സഖായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു.
വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇത് തനിക്ക് എവിടുന്ന് കിട്ടിയതാണ്? അത് പഴയ നിയമകാലത്ത് മോശയിലൂടെ ദൈവം കൊടുത്തതായ വ്യവസ്ഥിതിയാണ്. എന്ത് മോഷ്ടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് സഖായിയും അവിടെ ഉദ്ധരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ റൈറ്റ്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉള്ള ഒന്നാണ് നമുക്ക് വസ്തുവകകൾ, പൊസസ്ഡ് പ്രോപ്പർട്ടി, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അതിനെ സൂക്ഷിക്കേണ്ടതായ കടമ അത് സാമൂഹ്യ വ്യവസ്ഥിതിയിലുള്ളതായ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ സിവിൽ കോർട്ട് എന്ന് പറയുന്നതായ കോർട്ടുണ്ട്. അവിടെ നടക്കുന്ന കേസ് മുഴുവൻ ഈ പ്രോപ്പർട്ടികളെക്കുറിച്ചുള്ളതാണ്. അതിന് മാന്തുക, അല്ലെങ്കിൽ അതിന് മാറ്റുക, അല്ലെങ്കിൽ അത് ഞാനറിയാതെ വിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പല കേസുകളുമുണ്ട്. എന്നാൽ ഇതൊക്കെയും മനുഷ്യന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യുവാനുള്ളതായ അധികാരത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൽപ്പന പറയുന്നത് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ പ്രോപ്പർട്ടി റൈറ്റിനെ മാനിക്കുന്നതിന് വേണ്ടിയുള്ളതായ, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു നിയമമാണ്. എന്നാൽ അത് മാത്രമല്ല, ഇനിയും നാം വേദവസം പഠിക്കുമ്പോൾ അവിടെ മനുഷ്യൻ ദൈവത്തെ മോഷ്ടിക്കുന്നതായിട്ട്, അല്ലെ ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നതായുള്ള സാഹചര്യത്തെക്കുറിച്ച് പ്രവാചകനായ മലാഖി തൻ്റെ പ്രവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് മലാഖിയുടെ പുസ്തകം 3:8 നാം വായിക്കുന്നത്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. അതെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിൽ എ മാൻ റോബ് ഗോഡ് യെറ്റ് യു റോബ് മീ. ഇവിടെ തോൽപ്പിക്കുന്നത് മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് റോബ് മീ. ബട്ട് യു സേ വേർ വി ഹാവ് റോബ്ഡ് ദി ഇൻ ടൈത്ത് ആൻഡ് ഓഫറിങ്. അതായത് ദശാംശത്തിലും വഴിപാടിലും ആണ്. അത് കൊടുക്കാതിരിക്കുമ്പോൾ നാം ദൈവത്തെ മോഷ്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അതായത് ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് അത് നല്ലത് അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ളതായ ഒരു ആജ്ഞയാണ് കൊടുത്തത്. എന്നാൽ ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നടപടിയെ ദൈവം ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ തിരിച്ചു കളയുന്നു. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബട്ട് ദീസ് യു ought to have done and not to have left the other undone. അതായത് അവർ ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും നമുക്കറിയാം. ഈ ജീരകം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചതകുപ്പ, തുളസി എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം പതാരം കൊടുക്കുന്നതിന് അവർ വളരെയധികം ശ്രദ്ധയോടുകൂടി, അതായത് എണ്ണി ഓരോന്ന് എല്ലാവരും കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ അവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ന്യായം, കരുണ, വിശ്വസത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറി എന്ത് ചെയ്യുന്നു? ത്യജിച്ച് കളയുന്നു. അതല്ല വേണ്ടത്. നിങ്ങൾ ദശാംശം കൊടുക്കുകയും വേണം, എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും അനുസരിക്കുകയും വേണം. അപ്പോൾ ദൈവം യേശുക്രിസ്തു എന്ത് ചെയ്തു? ദശാംശം കൊടുക്കുന്നതിനെ ഒരിക്കലും നിഷേധിച്ചില്ല. അത് കൊടുക്കണം. പക്ഷേ അവരുടെ ഹൃദയം തുറന്ന് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ദൈവം അവരോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ നാം ദശാംശം കൊടുക്കാതിരുന്നാൽ എന്താണ്? ദൈവത്തെ മോഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വസ്തുക്കൾ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരിക്കലും ദശാംശം കൊടുക്കുന്നതുകൊണ്ട് ആരും മുടിഞ്ഞു പോകുകയില്ല. അത് ദൈവം സ്ഥാപിച്ച ഒരു നിയമവ്യവസ്ഥിതിയാണ്. കാരണം ദേവാലയത്തിൻ്റെ നടപടിക്കും ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾക്കും ദേവാലയത്തിൽ പ്രവർത്തിക്കുന്നതായ മനുഷ്യർക്ക് ആഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള വഴിയാണ്. ആയതുകൊണ്ട് ദശാംശം കൊടുക്കുന്നതുകൊണ്ട് അനുഗ്രഹമല്ലാതെ ഒരിക്കലും തിന്മയുണ്ടാകുകയില്ല. എന്നാൽ യേശുക്രിസ്തു ചില വ്യക്തികളെ കള്ളന്മാരെന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അതായത് യേശുക്രിസ്തു ആകുന്നു വാതിൽ. ഐ ആം ദ വേ, ആ ഒരു കാര്യം അവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അതേ പലരും വരുന്നത് എങ്ങനെയാണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതേ നല്ല ഇടയനായ യേശു പറയുകയാണ്. അതായത് യേശുവിലൂടെ അല്ലാത്ത ഉപദേശങ്ങളോ യേശുവിൻ്റേതായിട്ട് അല്ലാത്തതായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെയും പിശാചിൻ്റെ വകയാണ്.
ആ ഒരു അനുഭവം നമുക്കുണ്ടാകരുത്. പിന്നെയോ നമ്മുടെ നല്ല ഇടയനായ യേശു പറഞ്ഞതായ വഴിത്താരെ പിൻപറ്റുക. അതെ, അതാണ് നമുക്ക് ആവശ്യം. ക്രൈസ്റ്റ് ദ ഡോർ ടു ദ ഫോൾഡ് ഓഫ് ഗോഡ്. അത് ദൈവത്തിലേക്ക്, അല്ലെ ദൈവത്തിൻ്റെ സഭയിലേക്കുള്ള ഒരു വഴിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അങ്ങനെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. അതായത് ഒരു കള്ളനായ വ്യക്തി ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് അതായത് യേശു ക്രിസ്തു ക്രൂശിൽ തറച്ചതായ നാഴികയിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി 2 കള്ളന്മാരെ ക്രൂശിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും. എന്നാൽ അവിടെയും യേശു ക്രിസ്തു അതേ മാനസാന്തരപ്പെട്ടതായ ആ കള്ളനോട് എന്താണ് പറയുന്നത്? നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23:42-43 വാക്യത്തിൽ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവൻ കള്ളനായിരുന്നെങ്കിലും അവന് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും പലതരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നേക്കാം. എന്നാൽ യേശുക്രിസ്തു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനസാന്തരപ്പെടുക, ദൈവസന്നിധിയിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. മാനസാന്തരപ്പെടുന്ന ഏത് വ്യക്തിയെയും പാപിയെയും സ്വീകരിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തു ഒരുക്കമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ വ്യവസ്ഥയിൽ യാക്കോബിൻ്റെ പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അന്ത്യകാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങൾ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മാറത്തു നിൽക്കുന്നതുമില്ല. ധനവാന്മാർക്ക് വരാനിരിക്കുന്നതായ നിത്യനാശത്തെക്കുറിച്ച് ഉള്ള ഒരു ദൂതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താണ്? അതായത് മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ച് അവർ ധനവും അല്ലെങ്കിൽ പൊന്നും വെള്ളിയുമൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണ്. അതൊക്കെയും അവരുടെ നിത്യനാശത്തിന് വേണ്ടിയായിരിക്കും. കാരണം നാം ഇത് ചെയ്യാതെ മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുക. അത് ആണ് ദൈവം പറയുന്നത്. ആയതുകൊണ്ട് യേശുക്രിസ്തു നമ്മോട് വീണ്ടും അനുശാസിക്കുന്ന എന്താണ്? എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നല്ലോ. ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അതിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരുമേ നിങ്ങൾ അവൻ്റെ വരവിന് വേണ്ടി കാത്തൊരുങ്ങി ഇരിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. ഒരു കള്ളനും സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഞാൻ അതിൽ അടിയിൽ വരയിടുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അതായത് കള്ളന്മാർ എന്ത് ചെയ്യുകയില്ല? ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കണിശമായിട്ടും മാനസാന്തരപ്പെടുക. കാരണം മാനസാന്തരപ്പെടുന്ന ഏതൊരു പാപിയെയും അംഗീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് തയ്യാറാണ്. ആയതുകൊണ്ട് ഈ കൽപ്പനകളോർത്ത് ഞാൻ പ്രസംഗിക്കുന്നെങ്കിലും നമ്മുടെ മാനസാന്തരത്തിന്, അതായത് പാപം അധർമ്മം തന്നെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ നിത്യമരണത്തിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ദൈവകൽപ്പനയും യേശുവിൻ്റെ വിശ്വാസവും കാത്തുകൊള്ളുന്ന ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതായ നമുക്ക് ഒരു ചില വ്യവസ്ഥാപിതികളുണ്ട്. മോഡേൺ തീവ്സ് എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ സാധിക്കും. അതായത് നമുക്കറിയാം, നാം ആഹാരം ഉണ്ടാക്കുവാൻ വാങ്ങിക്കുന്ന ചില പല ഇടങ്ങളിലും അഡൾട്രേഷൻ അല്ലെങ്കിൽ അതിനകത്ത് മറ്റു പല വസ്തുക്കളൊക്കെയും ചേർത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെങ്കിൽ പൂർണ്ണമായിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയും അതിന് ഡിഫക്ട്സ് ഉള്ളതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുള്ളതായിട്ട് കാണും. അതുപോലെ ശരിയല്ലാത്ത തൂക്കം,
അളവ് ഇതൊക്കെയും ഇന്ന് സാമൂഹ്യ വ്യവസ്ഥയിലുണ്ട്. അത് ചെയ്യുന്നൊന്നും ശരിയല്ല. ഇനിയും സാധാരണ ജോലിക്കാർ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് സാധനങ്ങളൊക്കെയും മോഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് ചെയ്യാതിരിക്കുക, ഒരു എംപ്ലോയീസിന് ഒരു വേലക്കാരന് അവൻ്റെ കൂലി സമയത്ത് കൊടുക്കാതിരിക്കുക, രാജ്യത്തിന് കൊടുക്കേണ്ടതായ ടാക്സ് കൊടുക്കാതിരിക്കുക, അത് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയും അത് അനവധിയായ കാര്യങ്ങളുണ്ട്. നാം വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതായ ഒരു വ്യവസ്ഥാവിധിയാണ്. ആയതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതായത് എഫേസ്യ ലേഖനം 4:28 ഞാൻ വായിക്കുന്നത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ആയതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്തെങ്കിലും അന്യായം നമ്മുടെ ഭാഗത്തുണ്ടോ അത് ഇല്ലാതിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതെ, നമ്മുടെ ജീവിത രീതികളിൽ ദൈവത്തിന് നിരക്കാത്തതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് അത് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം ആണ് ഈ വചനങ്ങളൊക്കെയും നിങ്ങളുടെ മുൻപാകെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇത് എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ട് വെറും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ പോകുവാൻ വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തെ അനുസരിച്ച് സദാചാരപ്രകാരം നല്ല ജീവിതം ജീവിച്ച് യേശുക്രിസ്തു വരുമ്പോൾ അവനോടൊപ്പം എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഉള്ള ഒരു ജീവിതം ഉണ്ടാകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്. അതെ, ഞാൻ അവസാനമായി വായിച്ചതാണ്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അതായത് സ്വന്തം കൈയാൽ അധ്വാനിച്ച് തിന്നുമ്പോൾ അതിന് കണിശമായിട്ടും നല്ല മധുരമായിരിക്കും. ഒരിക്കലും ഒരു ഇല്ലായ്മയായിട്ട് തീരുകയില്ല. ആയതുകൊണ്ട് അധ്വാനിച്ചുള്ള ജീവിതമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കാഴ്ചവെക്കുന്നത്. യേശുക്രിസ്തു പറയുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, അതെ, നിങ്ങൾ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അന്യായമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുകയല്ല നാം ചെയ്യേണ്ടത്. അത് കൂലിക്കാരന് സമയത്തിന് കൂലി കൊടുക്കുക, പിടിച്ചു പറിക്കാതിരിക്കുക. അതെ, നാം ചെയ്യുന്ന എല്ലാ ഇടപാടുകളിലും അതേ ദൈവത്തിൻ്റെ സ്വഭാവം നിഴലിട്ട് കാണണം. എങ്കിൽ മാത്രമേ ഈ വ്യവസ്ഥാവിധി നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുകയുള്ളൂ. അതേ അവസാന സമയത്ത് യേശുക്രിസ്തു പറഞ്ഞത്, അതേ കള്ളനോട് പറഞ്ഞത്, അതായത് യേശു അവനോട് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്ന് ആ കള്ളനോട് പറഞ്ഞതുപോലെ അതേ നമ്മുടെ ജീവിതത്തിലുള്ള കൊള്ളതായ്മകളെല്ലാം മാറ്റി യേശുവിന് സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് തിരുവചനത്തെ ധ്യാനിപ്പാൻ ഞങ്ങൾക്കത് സമയത്തിന് നന്ദിയോടെ സ്തോത്രം. കേട്ടവതിന് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. അവിടുത്തെ വരവനായ അടികളെ ഒരുക്കണം. എൻ്റെ പ്രാർത്ഥനാ പരിധിയുള്ള എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളെ കർത്താവ് നടത്തി കൊടുക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.